ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയും മണിക്കൂറുകൾക്കുള്ളിൽ രാജി സ്വീകരിച്ചതും ആശയക്കുഴപ്പവും സംശയങ്ങളും ദുരൂഹതയും അഭ്യൂഹങ്ങളും വിവാദങ്ങളും ഉയർത്തി. ധൻഖറിന്റെ പെട്ടെന്നുള്ള രാജിയുടെ രാഷ്ട്രീയ കാരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ ബി.ജെ.പി. നേതാക്കളോ വിശദീകരണമോ അഭിപ്രായമോ പറയാത്തത് അഭ്യൂഹങ്ങൾ ശക്തമാക്കി. ധൻഖറിന് ആരോഗ്യവും ആശംസകളും നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ നൽകിയ കുറിപ്പിലും രാജ്യത്തിനു വേണ്ടി സേവിക്കാൻ അനേകം അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചുവെന്ന പരാമർശമാണുള്ളത്. ധൻഖർ രാജിവെച്ച് 15 മണിക്കൂറിന് ശേഷമാണിത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യസഭാ നേതാവും ബി.ജെ.പി. അധ്യക്ഷനുമായ ജെ.പി. നഡ്ഡയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഉൾപ്പെടെ പ്രമുഖർ അപ്പോഴും മൗനം തുടർന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ധൻഖറിന്റെ രാജി ബി.ജെ.പിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 9:25 ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ഉടൻ പ്രാബല്യത്തോടെ ധൻഖർ പ്രഖ്യാപിച്ച രാജിയെക്കുറിച്ച് എന്തു പ്രതികരിക്കണമെന്ന് പോലും പാർട്ടിക്ക് നിശ്ചയമില്ല. ചില എംപിമാർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നുവെന്നാണ്. കുറെ കാലമായി അദ്ദേഹം സർക്കാരിന് വഴങ്ങുന്നില്ലെന്ന തോന്നലും ബി.ജെ.പിക്കുണ്ടായി. കാലാവധി പൂർത്തിയാക്കിയാകും താൻ വിരമിക്കുകയെന്ന് രാജിക്ക് കൃത്യം 12 ദിവസം മുൻപ് ഡൽഹിയിലെ ചടങ്ങിൽ പ്രഖ്യാപിച്ചയാളാണ് ജഗ്ദീപ് ധൻഖർ. രാജിക്കായി അദ്ദേഹം പറഞ്ഞ ആരോഗ്യപരമായ കാരണം തൊടുന്യായം മാത്രമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പാർലമെന്റിലും പുറത്തും കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ സജീവ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ മാർച്ചിലുണ്ടായ ഹൃദയാഘാതത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത ധൻഖർ കേരളത്തിലടക്കം യാത്രകളും നടത്തിയിരുന്നു. ഉപരാഷ്ട്രപതിയുടെ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങളിൽ 4 വ്യത്യസ്ത സൂചനകളാണ് പ്രചരിക്കുന്നത്. ഇവയിൽ ചിലതെല്ലാം ചേർന്നതാണ് കാരണമെന്നും പറയുന്നു. പ്രധാനമന്ത്രി മോദി അടക്കമുള്ള നേതൃത്വത്തിൽ നിന്ന് മന്ത്രിമാരിൽ നിന്നുമുണ്ടായ വ്യക്തിപരമായ അപമാനവും അവഗണനയുമാണ് തിടുക്കത്തിലുള്ള രാജി എന്നതാണ് ഒന്നാമത്തേത്. രാജ്യസഭയിൽ ബി.ജെ.പിക്കാർ ഒപ്പിടാതിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം കേന്ദ്ര സർക്കാരിനോട് ആലോചിക്കാതെ സ്വീകരിച്ചതാണ് രണ്ടാമത്തെ കാരണമായി കരുതുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ജെ.ഡി.യു നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള ബി.ജെ.പി. തന്ത്രത്തിന്റെ ഭാഗമാണ് രാജി എന്നതാണ് മൂന്നാമത്തേത്. കോൺഗ്രസുമായി അസ്വാരസ്യത്തിലുള്ള ഡോക്ടർ ശശി തരൂർ എം.പിയെ ഉപരാഷ്ട്രപതിയാക്കി കോൺഗ്രസിനെ വെട്ടിലാക്കാനുള്ള മോദി ഷാ തന്ത്രമാണ് ധൻഖറിനെ രാജിവെപ്പിച്ചതെന്ന അഭ്യൂഹവും പ്രചരിക്കുന്നുണ്ട്. കർഷക സമരങ്ങളിലും ജുഡീഷ്യറിയിലെ അഴിമതി കാര്യത്തിലും ധൻഖർ നടത്തിയ പ്രസ്താവനകൾ സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നുവെന്ന അഞ്ചാമതൊരു പ്രചാരണവും നിലവിലുണ്ട്. ഏതായാലും ധൻഖറിന്റെ രാജിയെക്കുറിച്ച് അഭ്യൂഹങ്ങളും ആശയക്കുഴപ്പങ്ങളും വർദ്ധിക്കുമ്പോഴും ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും പ്രതികരിച്ചിട്ടില്ല. ഉപരാഷ്ട്രപതിയുടെ കാലാവധി താൻ പൂർത്തിയാക്കുമെന്ന് 74-കാരനായ ധൻഖർ പ്രഖ്യാപിച്ചിട്ട് 2 ആഴ്ച പോലും ആയിരുന്നില്ല. ദൈവിക ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശരിയായ സമയത്ത് 2027 ഓഗസ്റ്റിൽ താൻ വിരമിക്കുമെന്ന് രാജിവെക്കുന്നതിന് കൃത്യം 12 ദിവസം മുൻപാണ് ധൻഖർ പരസ്യമായി പ്രഖ്യാപിച്ചത്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. 2022 ഓഗസ്റ്റിലാണ് 14ാമത് ഉപരാഷ്ട്രപതിയായി അദ്ദേഹം ചുമതലയേറ്റത്. തിങ്കളാഴ്ച വൈകുന്നേരം വരെ ജോലികളിൽ സജീവമായിരുന്ന ശേഷമാണ് തിടുക്കത്തിൽ രാത്രി 9:25 ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ധൻഖർ രാജിക്കത്ത് പുറത്തുവിട്ട് പലരെയും ഞെട്ടിച്ചത്. 1 മണിക്കൂറിലേറെ രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയും പിന്നീട് തന്റെ മുറിയിലെത്തി എംപിമാരുമായി സന്തോഷത്തോടെ സജീവമായി ഇടപഴകുകയും ചെയ്തിരുന്നു. രാജസ്ഥാനിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കുമെന്ന് തിങ്കളാഴ്ച വൈകുന്നേരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ ധൻഖർ തിങ്കളാഴ്ച വൈകുന്നേരം വിളിച്ച കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് രാജ്യസഭയുടെ നേതാവ് നഡ്ഡയും പാർലമെന്ററി കാര്യമന്ത്രി റിജിജുവും വിട്ടുനിന്നത്. മോദിയും ഷായും നിർദ്ദേശിക്കാതെ നഡ്ഡയും റിജിജുവും താൻ വിളിച്ച യോഗം ബഹിഷ്കരിക്കില്ലെന്ന് ധൻഖറിന് ബോധ്യമുണ്ടായിരുന്നു. ഉപരാഷ്ട്രപതിയുടെ പദവി അപമാനിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നിയിരിക്കണം.